ഞാൻ ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്? ഏത് കോഴ്സ് പഠിച്ചാലാണ് ജോലി സാധ്യതയുള്ളത്? SSLC പരീക്ഷ കഴിഞ്ഞവരും പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞവരുമൊക്കെ നിരവധിയായ അന്വേഷണങ്ങളുമായി വരികയാണ്. ഞാൻ ഏത് കോഴ്സാണ് പഠിക്കേണ്ടത് എന്നുള്ളത് അവനവൻ്റെ കഴിവ് ഏത് എന്ന് തിരിച്ചറിഞ്ഞ് അത് തിരഞ്ഞെടുക്കേണ്ടതാണ്. അതിന് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കി ഏതാണ്, മാത്സ് ആണോ, ഭാഷയാണോ, സയൻസ് ആണോ, ഏത് ഇൻ്റലിജൻസ് ആണ് മുൻതൂക്കം നിൽക്കുന്നത്, അതാണ് കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ടെസ്റ്റ്. പക്ഷേ ജോലി സാധ്യതയുള്ള കോഴ്സ് ഏത് എന്നുള്ളതിന് ഉത്തരം വ്യത്യസ്തമാണ്. 2025 ജനുവരി 7 ലോക സാമ്പത്തിക ഫോറം, വേൾഡ് എക്കണോമിക് ഫോറം പുറപ്പെടുവിച്ച ഒരു റിപ്പോർട്ടുണ്ട്. അത് ഈ സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ്. ആ റിപ്പോർട്ട് അനുസരിച്ച് 2030 ലോകത്ത് ആവശ്യമുള്ള കോഴ്സുകൾ ഏതൊക്കെയെന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി, നെറ്റ്വർക്കിംഗ്, അതേപോലെ തന്നെ ഗ്രീൻ ടെക്നോളജി എന്നിവയൊക്കെയാണ് അവർ പ്രവചിക്കുന്ന ജോലി സാധ്യതയുള്ള കോഴ്സുകൾ. അവരുടെ പ്രവചനമനുസരിച്ച് 2030 ആകുമ്പോഴേക്ക് 17 ലക്ഷം വേക്കൻസികൾ, അഥവാ 17 ലക്ഷം പേർക്കാണ് ഈ മേഖലയിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളത്. അതേ റിപ്പോർട്ട് അനുസരിച്ച് നിലവിലുള്ള പല ജോലികളും, ഒരു 9.5 ലക്ഷത്തോളം ജോലികൾ അന്നേക്ക് അപ്സ്കിൽ ചെയ്യേണ്ടി വരികയോ റീസ്കിൽ ചെയ്യേണ്ടി വരികയോ ഒക്കെ വേണ്ടി വരും. കാരണം എല്ലാ സ്ഥാപനങ്ങളും AI മേഖലയിലേക്ക് നീങ്ങുകയാണ്. ഒന്നുകൂടി അവർ പറയുന്നുണ്ട്, 2030 ആകുമ്പോഴേക്കും ഇന്ന് നിലവിലുള്ള സെക്രട്ടേറിയൽ പോസ്റ്റ്, ക്ലറിക്കൽ പോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് മുതലായ മിനിസ്റ്റീരിയൽ ജോലികൾക്ക് സാധ്യത വളരെ കുറയുമെന്നും ആ റിപ്പോർട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഏത് കോഴ്സിനാണ് തൊഴിൽ സാധ്യത കൂടുതലെന്നുള്ളതിന് വ്യക്തമായ ഉത്തരമാണ് ആ റിപ്പോർട്ട്. ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും, മെഷീൻ ലേണിങ്ങും, റോബോട്ടിക്സും, സൈബർ സെക്യൂരിറ്റിയും, നെറ്റ്വർക്കിങ്ങും, ഡാറ്റ മൈനിങ്ങും ഇതെല്ലാം ചേർത്ത് പറയുന്ന ഒരു പേരാണ് ഡിജിറ്റൽ ടെക്നോളജി. അപ്പോൾ ഡിജിറ്റൽ ടെക്നോളജിയാണ് ഇനി വരാൻ പോകുന്ന കാലത്ത് മുന്നിട്ട് നിൽക്കുന്നത്. മറ്റൊന്നാണ് ഗ്രീൻ ടെക്നോളജി, അഥവാ എൻവിറോൺമെൻ്റൽ എഞ്ചിനീയർമാർക്കും ഇലക്ട്രിക്കൽ വെഹിക്കിൾ എഞ്ചിനീയർമാർക്കും അതേപോലെ തന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്ന എല്ലാ മേഖലകൾക്കും വലിയ സ്കോപ്പ് വരാൻ പോകുന്നുണ്ടെന്നും ആ റിപ്പോർട്ട് പറയുന്നുണ്ട്. ആഗോള വ്യാപനവും കാലാവസ്ഥാ മാറ്റവുമൊക്കെയാണ് ഇതിലേക്ക് തിരിച്ചുവിട്ട സംഗതികൾ. സോളാർ എനർജി പോലെയുള്ള നോൺ കൺവെൻഷണൽ എനർജി മേഖലകൾക്കും വലിയ സ്കോപ്പ് ഉണ്ടെന്ന് ആ പഠനം പറയുന്നു. അപ്പോൾ ഏത് കോഴ്സുകൾക്കാണ് സ്കോപ്പ് കൂടുതൽ എന്ന് ചോദിച്ചാൽ മേൽ പറഞ്ഞ കോഴ്സുകൾക്കാണ് സ്കോപ്പ് കൂടുതലെന്നാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. എന്നാൽ ക്വാക്കറലി സൈമൺസ് എന്ന ഒരു ഓഫീസുണ്ട്, ഒരു പ്രസ്ഥാനമുണ്ട്, UK ബേസ്ഡ്, ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണത്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ മേൽപ്പറഞ്ഞ കോഴ്സുകൾക്കുള്ള സ്കിൽ ഫിറ്റ് ഇന്ത്യ 2ാം റാങ്കിൽ നിൽക്കുന്നു. ഒരുപാട് ശേഷിയുള്ള ആളുകൾ, ശേഷിയുള്ള ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ ഇന്ത്യ 2ാം റാങ്കിൽ നിൽക്കുമ്പോൾ അക്കാഡമിക് റെഡിനെസ്, അഥവാ മേൽപ്പറഞ്ഞ കോഴ്സുകൾക്ക് വരാനിരിക്കുന്ന 2030 ആകുമ്പോഴേക്ക് ജോലി സാധ്യതയുള്ള കോഴ്സുകളിലേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ എത്ര പേരെ അതിന് ഒരുക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് എന്ന അക്കാഡമിക് റെഡിനെസ്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ആ സംഘടന പ്രവചിക്കുന്നത് 26 ആഗോളാടിസ്ഥാനത്തിൽ ഇന്ത്യ 26ാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇത് തികച്ചും ഒരു നിരാശാജനകമായ കാര്യമാണ്. ആളുകൾ ഉണ്ടായിട്ട് പോലും ഭാവിയിലേക്ക് വേണ്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ നമ്മുടെ സർക്കാരുകൾ ഇനിയും ഒരുങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ചൂണ്ടുപലക. ഇന്നും ചില വിദ്യാർത്ഥികളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് മാത്സ് ഒഴികെ ബാക്കി പഠിക്കാൻ എളുപ്പമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. പഠിക്കാൻ എളുപ്പമുള്ള കോഴ്സ് എന്ന് പറയുമ്പോൾ ഓർക്കുക, അതിലേക്ക് ഒരുപാട് ആളുകളുടെ തള്ളിക്കയറ്റം ഉണ്ടാകുമെന്നും ലക്ഷക്കണക്കിന് ആളുകൾ ആ ഫീൽഡിൽ ഉണ്ടാകുമെന്നും ഓർക്കുക. എന്നാൽ ഈ പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് പഠിക്കാൻ എളുപ്പമുള്ള കോഴ്സുകൾക്ക് നൽകിയിരുന്ന ഓഫീസ് ജോലികളുടെ സ്കോപ്പ് കുറയുന്നത്
അത്തരക്കാരെ ദോഷകരമായി ബാധിക്കും എന്നുകൂടി ഓർക്കുക. മാത്സിൽ അല്പമെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ അത്തരം വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, +2 ലെവലിലോ ഡിഗ്രി ലെവലിലോ മാത്സിന് ഒരു ട്യൂഷൻ സപ്പോർട്ടോട് കൂടി ഇതുപോലെയുള്ള ഡിജിറ്റൽ ടെക്നോളജി കോഴ്സുകൾ പഠിക്കുന്നതാണ് അഭികാമ്യം. എൻജിനീയറിങ്ങിന് പോകാൻ മാത്രം മാത്സിൽ പ്രാവീണ്യമില്ലാത്തവർക്ക് പോലും BCA MCA പോലെയുള്ള കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേഷൻ ചെയ്താൽ അവർക്കും നാളെ അത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലകളിലേക്കുള്ള ഒരു പ്രവേശന കവാടമായിരിക്കും എന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇനി പരമ്പരാഗതമായ കോഴ്സുകൾക്ക്, പരമ്പരാഗതമായ ഡിഗ്രി കോഴ്സുകൾക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലിബറൽ ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളുടെ സ്കോപ്പ് കുറഞ്ഞു വരികയാണെന്ന് ഓർക്കുക. ലിബറൽ ആർട്സ് ആൻഡ് സയൻസ്, ലിബറൽ ആർട്സ് ആയിരുന്ന ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ആന്ത്രോപോളജി, സോഷ്യോളജി, സൈക്കോളജി പോലെയുള്ള, അതേപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെയുള്ള കോഴ്സുകൾക്ക് കൂടുതലും സ്കോപ്പ് വന്നിരുന്നത് അധ്യാപന മേഖലയിലായിരുന്നു. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. 2014-നും 2024-നും ഇടയിലുള്ള 10 വർഷത്തിനിടയിൽ കേരളത്തിൽ സ്കൂളുകളിൽ ചേർന്ന കുട്ടികളിൽ 1,00,000 കുട്ടികളുടെ കുറവ് വന്നു എന്നാണ് അർത്ഥം. അതിനർത്ഥം ബർത്ത് റേറ്റ് കുറയുന്നു, ജനന നിരക്ക് കുറയുന്നു എന്നുള്ളതാണ്. അതിനാനുപാതികമായി അധ്യാപന രംഗത്തെ പോസ്റ്റുകളും കുറവാകാനാണ് ഭാവിയിൽ സാധ്യത. മറ്റൊരു പ്രത്യേകത, നമ്മുടെ നാടുകളിലേക്ക് സ്വകാര്യ സർവകലാശാല കടന്നു വരികയാണ്. കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു. സ്വകാര്യ സർവകലാശാലയിൽ മുതൽ മുടക്കുന്നവർ അവർക്ക് പണം തിരിച്ചു കിട്ടുന്ന കോഴ്സുകൾ മാത്രമേ അവിടെ ആരംഭിക്കുകയുള്ളൂ. അതുകൊണ്ടൊരു പക്ഷേ ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ഡിജിറ്റൽ ടെക്നോളജിയിലും ഗ്രീൻ ടെക്നോളജിയിലുമൊക്കെ അവർ ധാരാളം കോഴ്സുകൾ ആരംഭിച്ചേക്കാം. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ ലിബറൽ ആർട്സ് ആൻഡ് സയൻസുകാരുടെ അധ്യാപന പോസ്റ്റുകൾ അവിടെ തുലോം കുറവായിരിക്കും എന്നുകൂടി മനസ്സിലാക്കണം. ഇനി ലിബറൽ ആർട്സ് അതുപോലെയുള്ള ഗ്രാജുവേഷൻ പോകുന്ന, പ്രത്യേകിച്ച് BSc ഫോറൻസിക് സയൻസ്, മൈക്രോബയോളജി പോലെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനൊക്കെ കോഴ്സുകൾ കഴിഞ്ഞിറങ്ങുന്ന ആളുകളുടെ എണ്ണം തുലോം വർദ്ധിച്ചെങ്കിലും അവർ അബ്സോർബ് ചെയ്യപ്പെടുന്ന മേഖലകൾ തുലോം കുറവാണ്. അതുകൊണ്ട് കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ പറഞ്ഞ 2030 ആകുമ്പോഴേക്ക് ആവശ്യമുള്ള കോഴ്സുകൾ നമ്മുടെ കേരളത്തിൽ സ്വാശ്രയ മേഖലയിലാണ് കൂടുതലും ഉള്ളത് എന്നുള്ളത് ഒരു വളരെ നമ്മൾ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സർക്കാർ ഇപ്പോഴും വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കുന്നതിൻ്റെ സിംഹഭാഗവും ഈ പരമ്പരാഗത കോഴ്സുകൾക്കും അതേപോലെ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് പോലെയുള്ള ജോലി സാധ്യതകൾ കുറഞ്ഞതും അപ്രസക്തമായ ഡിഗ്രി കോഴ്സുകൾക്കാണ് സർക്കാരിൻ്റെ സിംഹഭാഗവും പോകുന്നത്. എന്നാൽ ഈ ആധുനിക കാലഘട്ടം ആവശ്യപ്പെടുന്ന മേൽപ്പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡിജിറ്റൽ ടെക്നോളജി പോലെയുള്ള കോഴ്സുകൾ മഹാഭൂരിപക്ഷവും സ്വാശ്രയ മേഖലയിലാണ്. അവിടെ ജോലി ചെയ്യുന്ന, കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന ഫാക്കൽറ്റികൾക്കും അവർ വളരെ ലോ പെയ്ഡാണ്, അണ്ടർ പെയ്ഡാണ്. അതേപോലെ തന്നെ അവരുടെ അപ്സ്കില്ലിങ്ങോ റീസ്കില്ലിങ്ങോ ഒന്നും നിരീക്ഷിക്കാനോ അത് നിർബന്ധിക്കാനോ അല്ലെങ്കിൽ അതിന് മേൽനോട്ടം വഹിക്കാനോ സർക്കാർ സംവിധാനങ്ങൾ അപര്യാപ്തമായതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ലോക നിലവാരത്തിൽ കിടപിടിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാതെ പോകുന്നത്. ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ അക്കാഡമിക് റെഡിനെസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ 26ാം റാങ്കിലേക്ക് താഴേക്ക് പോയത്. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ എൻജിനീയറിംഗ് ഡിഗ്രിയോ ഒന്നും അതുപോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ചേരാൻ കഴിയില്ലെങ്കിലും ഇനി കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏതെങ്കിലും തൊഴിൽ തരുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കണം. സ്വന്തം തൊഴിൽ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ITI കോഴ്സുകളെങ്കിലും +2 കഴിഞ്ഞവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒരു ശരാശരി നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് അതേപോലെ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന മേഖലയിലേക്ക് തിരിയുന്നതാണ് നല്ലത്. കാരണം ഒരു 10-15 കൊല്ലം മുൻപ് വരെ മുഖ്യ തൊഴിൽദാതാവ് സർക്കാരായിരുന്നു. ഇതുപോലെ ഡിഗ്രിയോ എന്തെങ്കിലുമൊക്കെ പഠിച്ച ആളുകൾക്ക് പല ഓഫീസുകളിലൊക്കെ ജോലി കിട്ടിയിരുന്നു. ഇന്ന് മുഖ്യ തൊഴിൽദാതാവ് സർക്കാരല്ലെന്നും സ്വകാര്യ മേഖലയാണെന്നും അതേപോലെ സ്വയം സ്റ്റാർട്ടപ്പുകളാണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള ITI കോഴ്സുകൾക്ക് ഇതുപോലെയുള്ള ശരാശരി വിദ്യാർത്ഥികൾക്ക് പോകാവുന്നതാണ് എന്നുകൂടി ഇത്തരുണത്തിൽ പ്രത്യേകം ഓർക്കുക. എന്തു തന്നെയായാലും കഠിനാധ്വാനമാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം. എനിക്ക് മാത്സ് പഠിക്കാൻ കഴിയില്ല, എനിക്ക് സയൻസ് പഠിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ്
മറ്റ് മേഖലകളിലേക്ക് ഓടിക്കയറുന്നവർ ശ്രദ്ധിക്കുക. അങ്ങനെ ഓടിക്കയറാൻ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ജോലി സാധ്യതകൾ കുറവായിരിക്കും. ഞാൻ ഏതെങ്കിലും വിഷയത്തെ തള്ളിപ്പറയുകയല്ല. മുൻപ് ഇതേപോലെയുള്ള ലിബറൽ ആർട്സുകാർക്കും സയൻസുകാർക്കും മുന്നോട്ട് പോകാമായിരുന്നൊരു മേഖലയായിരുന്നു മാനേജ്മെൻറ്റ് അഥവാ MBA. പക്ഷേ ഇന്ന് പല കമ്പനികളും ഇതുപോലെയുള്ള ഹൈബ്രിഡ് ക്വാളിഫിക്കേഷൻസ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതായത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനും MBAയും അല്ലെങ്കിൽ ലോ ഗ്രാജുവേഷനും MBAയും ഒക്കെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. മറ്റൊരു മേഖല അക്കൗണ്ടിംഗ് ആണ്. കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടിംഗ് എന്നും പ്രസക്തമായത് തന്നെയാണ്. BCom MCom പോലെയുള്ള ഡിഗ്രികൾ ഒരു സെമി പ്രൊഫഷണൽ ഡിഗ്രി പോലെയാണ്. ലോകത്തെങ്ങും ബിസിനസ് സ്ഥാപനങ്ങൾ വർദ്ധിക്കുന്നത് വഴി അക്കൗണ്ടിംഗ് മേഖലയിൽ ശോഭനമായ ഭാവിയുണ്ട്. പക്ഷേ BCom MCom പോലെയുള്ള കോഴ്സുകൾ കഴിയുമ്പോഴേക്കും സോഫ്റ്റ്വെയറിൽ ഉള്ള ഒരുപാട് നിരവധി ചെറിയ അക്കൗണ്ടിംഗ് കോഴ്സുകൾ കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ജോലി സാധ്യത കിട്ടാനുള്ള ഒരു മേഖലകളാണ് ഈ അക്കൗണ്ടിംഗ് മേഖലകൾ. അതേപോലെ തന്നെ ഹെൽത്ത് സയൻസസ് MBBS അതേപോലെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾക്കൊക്കെ അതേ സ്കോപ്പ് പ്രവചിക്കപ്പെടുന്നു. നഴ്സിംഗ് പ്രൊഫഷന് അതേ സാധ്യതകൾ പ്രവചിക്കപ്പെടുന്നുണ്ട്. ഗ്രീൻ ടെക്നോളജി, അതേപോലെ തന്നെ റിന്യൂവബിൾ എനർജി, അതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്നുള്ളതൊക്കെ ഇനി പുതിയ കോഴ്സുകളായി അവതരിച്ചാലും 2030 ആകുമ്പോഴേക്കും അതിൽ വലിയ സാധ്യതകൾ കാണുന്നത് കൊണ്ട് ധൈര്യമായി അത്തരം കോഴ്സുകൾക്ക് ചേരാവുന്നതാണെന്നുകൂടി ഇത്തരുണത്തിൽ നമ്മൾ ഓർക്കുക. ഓക്കെ, അതുകൊണ്ട് സ്കോപ്പുള്ള കോഴ്സുകൾ ഏത് എന്നുള്ളത് പഠിക്കുമ്പോഴും എനിക്ക് പഠിക്കാൻ കഴിയുന്ന കോഴ്സുകൾ ഏത് എന്നുള്ളത് ഓരോരുത്തരുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന് ഒരു പൊതുവായ ഉത്തരം പറയുക സാധ്യമല്ല. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ്, പ്രത്യേകിച്ച് +2 കഴിഞ്ഞവർക്കൊക്കെ ആ ടെസ്റ്റിന് വിധേയമായാൽ അതൊരു 70ഓളം ചോദ്യാവലികൾക്ക് എഴുതി ഉത്തരം നൽകുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കഴിവുകൾ ഏതാണെന്ന്. അതനുസരിച്ച് അത്യാവശ്യം ബുദ്ധിമുട്ടി പഠിക്കാൻ തയ്യാറാകുക, ഭാവിയുടെ ചൂണ്ടുപലകകൾ തിരിച്ചറിയുക, അതിനനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, താങ്ക് യു.